ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 76. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1, അധ്യായം 2, അനുവാദം 7, സൂക്തം 31 11 മുതൽ 14 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിലെ ദേവതാഗ്നിയാണ്, അഗ്നി ഊർജമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി അതിനെപ്പറ്റി ഇവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം 11 പറയുന്നത് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 31-11. ത്വാമഗ്നേ പ്രഥമം ആയുമായവേ ദേവ അഗൃഢൻ ആഹൂഷസ്യ വിഷ്പതീം ഇളാം അഗൃണ്ണൻ മനുഷ്യസ്യ ശാസനീം വിദൂര്യത് പുത്രോ മമകസ്യ ജായതേ. അഗ്നിയെ ദേവതകൾ മനുഷ്യരുടെ ഹിതങ്ങൾ നിറവേറ്റുന്നതിന് അവരുടെ രാജാവും സ്വാമിയുമാക്കി മാറ്റുന്നു. അങ്കിരസ് മഹർഷിയുടെ പുത്രൻ എന്ന രൂപത്തിൽ അഗ്നി ഉത്ഭവിച്ചപ്പോൾ ദേവതകൾ ഇളയെ മനുവിന്റെ ഉപദേശികയാക്കി. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ദേവതകള് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് അഗ്നി എന്താക്കി, രാജാവുമാക്കി, സ്വാമിയുമാക്കി. അപ്പോൾ നമ്മളെന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണെങ്കിൽ, ഇപ്പോൾ വിശക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിയെ സമീപിക്കണം, ഊർജത്തെ സമീപിക്കണം. ഭക്ഷണം ഉണ്ടാക്കേണ്ട സാധനങ്ങളെല്ലാം പാത്രത്തിലിട്ട് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണമായി കിട്ടും. പക്ഷെ പണം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് എന്തെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ കർമ്മം ചെയ്യാൻ വാചകടിച്ചിട്ട് പണം ഉണ്ടാക്കേണ്ടിക്കലും, കുട്ടികളെ പഠിപ്പിച്ചിട്ട് പണം ഉണ്ടാക്കേണ്ടിക്കലും ഈ ചുണ്ടുകൾ ചലിപ്പിക്കണം. ചുണ്ടുകൾ ചലിപ്പിക്കണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിനുള്ള ഊർജം ഈ ചുണ്ടിൻ്റെ അടുത്ത് വരും. അവിടെ വെച്ചിട്ട് അത് രാസപ്രവർത്തനത്തിലൂടെ അത് വിഘടിക്കുമ്പോൾ ആ ഊർജമാണ് കോശങ്ങളെ ചലിപ്പിക്കുന്നത്. നമ്മൾ കാണുന്നതും ഒരു തരം ഊർജമാണ്, കാണാൻ സഹായിക്കുന്നത്. കേൾക്കുന്നത് ഊർജമാണ്. മണക്കുമ്പോഴും ആ മെറ്റീരിയലുള്ള ഒരു ചെറിയൊരു രാസവസ്തുവാണ് നമ്മളെ ഇന്ദ്രിയങ്ങളെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യരുടെ സ്വാമിയാണ്. അത് പറയുന്നതനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. നമ്മളെ തലയിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിന്തകൾ ഉണ്ടാകും. ആ രാസപ്രവർത്തനത്തിലൂടെ പുതിയ ഐഡിയകൾ ഉയർന്നു വരും. കാരണം ഒരു കാൽക്കുലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ബാറ്ററിയുടെ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെയെല്ലാം കാൽക്കുലേഷൻ ചെയ്യുന്നിടത്തും എല്ലാം ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമ്മളെ ബ്രെയിനിലും അങ്ങനെ ഊർജമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ചിന്തക്കനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പം നമ്മളെ ചിന്തകളെ നയിക്കുന്നതും ഊർജമാണ്, അഗ്നിയാണ്. അതുകൊണ്ടാണ് സ്വാമിയാണെന്ന് പറയുന്നത്. സ്വാമി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സന്യാസിയല്ല. ആരെങ്കിലും ഒരാൾ കുറച്ച് ആൾക്കാർ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് സ്വാമി. ഭാര്യ ഭർത്താവിനെ സ്വാമി എന്ന് വിളിക്കുന്നത് ഭർത്താവിനെ പറയുന്ന മാതിരി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളെ മനസ്സ് പറയുന്ന മാതിരിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വാമിയാണ്. അതേസമയം രാജാവാണെന്ന് വെച്ചാൽ രാജാവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുക. അഗ്നിയുടെ തീരുമാനം അനുസരിച്ചാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഒരു മുട്ട നമ്മൾ വിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അഗ്നിക്ക് അതിന് ഇത്ര അഗ്നി വേണം. ആ അഗ്നി കിട്ടിയാലേ മുട്ട വിരിയുള്ളൂ. അതിൽ കൂടിപ്പോയാൽ അഗ്നി പറയും കരിച്ചു തരും, നശിപ്പിച്ചു തരും. കുറഞ്ഞു പോയാലും നശിപ്പിച്ചു തരും. വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ അഗ്നി പറയും എനിക്ക് 100 ഡിഗ്രിയിൽ എത്തിച്ചേരണം, എന്നാൽ ഞാൻ തിളച്ചു തരാം. അഗ്നി പറയും 100 ഡിഗ്രി ചൂടാക്കുക, അപ്പോൾ ഞാൻ തിളക്കും. അപ്പോൾ നമ്മൾ 100 ഡിഗ്രി ചൂടാക്കും. അല്ലാതെ
അതിന് കുറഞ്ഞു പോയാൽ വെള്ളം തിളക്കാൻ പോകുന്നില്ല. അപ്പം എല്ലാത്തിൻ്റെയും ആജ്ഞാപിക്കുന്നത്, നീ എന്നെ ഇത്ര വരെ ചൂടാക്കിയാൽ ഞാൻ വെള്ളം തിളക്കും, ഇത്ര വരെ എൻ്റെ ചൂട് കുറച്ചാൽ ഞാൻ ഇത്രയും പൂജ്യത്തിലെത്തുമ്പോൾ ഐസാകും. അഗ്നിയാണ് നമ്മുടെ രാജാവ്, നമ്മളെ ജ്ഞാനം നൽകി ഉപദേശം നൽകുന്ന സ്വാമി. അതുകൊണ്ട് എന്നിട്ട് ഈ എഴുതിയ കക്ഷി പറയുകയാണ്, എൻ്റെ പിതാവായ അംഗീരസ് ഇളയെ മനുവിൻ്റെ ഉപദേശകയാക്കി. അപ്പം മനുവിലൂടെയാണ് മനുഷ്യരെ പ്രവർത്തിക്കുന്നത്. മനുവിലൂടെയാണ് മനുഷ്യ സൃഷ്ടി ഉണ്ടായത്. ലോകത്തിലെ എല്ലാ സംഭവങ്ങളും മനുവിൽ നിന്നാണ് തുടങ്ങിയത്. അതൊരു പ്രേരക ശക്തിയാണ്, ഒരു വ്യക്തിയല്ല. അപ്പം സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ ഇളയെ മനുവിൻ്റെ ഉപദേശകയായി. ഇള എന്ന് പറയുന്നത് ഇള ഭാരതി എന്നെല്ലാം പറഞ്ഞിട്ട് ചില ഓർബിറ്റുകളാണ്, ആറ്റത്തിലെ ഓർബിറ്റുകളാണ് രാസപ്രവർത്തനത്തെ പ്രേരിപ്പിക്കുന്നത്. ആ ഓർബിറ്റൽ എനർജിയുണ്ട്. അതാണ് ക്വാണ്ടം മെക്കാനിക്സലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓരോ ഓർബിറ്റിനും ഒരു പ്രത്യേക ഊർജമുണ്ട്. ആ ഊർജത്തിന് ആ ബണ്ടിൽ ഓഫ് എനർജി ക്വാണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓർബിറ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇള ഭാരതി, കാരണം ഓർബിറ്റ് എവിടെയുണ്ട്? ആറ്റത്തിലുണ്ട്, സൗരയൂഥ സിസ്റ്റത്തിലുണ്ട്, വലിയ സിസ്റ്റങ്ങളിലും ഉണ്ട്. പ്രപഞ്ചത്തിലെ മരുത്തുക്കളെല്ലാം വരുന്നുണ്ട്. അവിടെയെല്ലാം ആ ഓർബിറ്റിലെ ഊർജമാണ്, ഒരു ബണ്ടിൽ ഓഫ് എനർജിയാണ്. അതിൽ നിന്നാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തുടക്കം. അതെല്ലാം ഈ ഓർബിറ്റുകളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇള. അതാണ് മനുവിനെ ഉപദേശിക്കുന്നത്. ആ ഓർബിറ്റുകളുടെ തത്വത്തെ അനുസരിച്ചാണ് മനു സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ആ മനു എന്താണ്? അഗ്നിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കുറച്ച് കെമിസ്ട്രിയാണ്. അപ്പം അതിനെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും. പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് വേദം മനസ്സിലാക്കാൻ പ്രയാസമായത്. ഇപ്പോൾ കുറച്ച് കാലഘട്ടത്തിന് മുമ്പിലുള്ളവർക്ക് സയൻസ് ഡെവലപ്പ് അല്ലാത്ത കാലത്ത് എന്തു പറയാൻ പറ്റില്ല, വേദങ്ങളൊന്നും തൊട്ട് നോക്കാൻ പറ്റില്ല. സയൻസിൻ്റെ സഹായമില്ലാതെ വേദത്തിലേക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഇതെന്തല്ലോ ആണ്, ആർക്കും തലക്ക് മനസ്സിലാകില്ല. കാരണം സയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. സയൻസിലൂടെ ഇത് മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള കാര്യങ്ങൾ, നമ്മൾ കണ്ടെത്താത്ത കാര്യങ്ങളും ഈ നോളജിലൂടെ നമ്മൾ പോകണം. സയൻസിലൂടെ നമ്മൾ പോകണം, എങ്കിലേ വേദം മനസ്സിലാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ എണ്ണി കിടക്കും. വേദപഠനം എന്നും പറഞ്ഞിട്ട്, വേദം എന്ന് പറഞ്ഞാൽ ഗദ്യരൂപമാണ്, പദ്യരൂപമാണ്, അതിന് ഇത്ര വരികളുണ്ട്, ഇത്ര ഓരോ വരിയിലും ഇത്ര അക്ഷരമുണ്ട്, ഇതെല്ലാം എണ്ണി നോക്കി പറയാനേ പറ്റും. അതിൽ ഇത്ര മണ്ഡലങ്ങളുണ്ട്, ഇത്ര സൂക്തങ്ങളുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോകാനേ പറ്റും. ചിലവർ ബ്രൗൺ കളറിൽ വേദപുസ്തകം ഉണ്ടാക്കും, ചിലവർ മഞ്ഞ കളറിൽ ഉണ്ടാക്കും, നല്ല അതിൻ്റെ മേലെ ഇന്ന ചിത്രം വരച്ചു കൊടുക്കും, എന്നെല്ലാം പറഞ്ഞു എടുക്കാനേ പറ്റും. ഇന്ന പുസ്തകത്തിന്, ഈ പുസ്തകത്തിന് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മറ്റേ വേദപുസ്തകത്തിൽ വേറൊരാൾ എഴുതിയപ്പോൾ അതിന് ഇങ്ങനെയാക്കി എന്നല്ലാതെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അകത്ത് കയറണമെങ്കിൽ സയൻസിലൂടെ മാത്രമേ, അത് ശുദ്ധമായ കെമിസ്ട്രിയിലൂടെ മാത്രമേ കയറാൻ പറ്റൂ. ഇനി നമുക്ക് 12ാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 31-12. ത്വംനോ അഗ്നേ തവ ദേവ പായുഭിർ മഖോനോ രക്ഷതൻവ വന്ദ്യഹാം ത്രാതാതോഹസ്യ തനയേകവാം അസ്യ അനിമേഷം രക്ഷമാണസ്തവ വൃതേ. അഗ്നിയുടെ കൃപയാൽ സമർത്ഥമായ ഞങ്ങളുടെ ശരീരങ്ങളെ പോഷിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. അവിളംബമായി ഞങ്ങളുടെ സന്താനങ്ങളുടെയും മൃഗങ്ങളെയും രക്ഷിക്കണമേ. ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അതുല്യനായ അഗ്നി. അഗ്നി അതുല്യനാണ്. ഒന്നുമായിട്ട് അഗ്നിയെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അഗ്നിയായിട്ട് താരതമ്യപ്പെടുത്താം. നമ്മൾ വിചാരിക്കും സ്വർണമാണ് മറ്റേയാണ് എന്നെല്ലാം.
വലിയാണ്. അതൊന്നുമല്ല, അഗ്നിയാണ്. അഗ്നിയില്ലെങ്കിൽ സ്വർണത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല. ഇത് അത്രയും ഡീപ്പായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോയാലേ മനസ്സിലാവുകയുള്ളൂ. ഇല്ലെങ്കിലും അഗ്നി അതുല്യാണ്, അതുല്യാണ്, കൊള്ളാം, ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. പക്ഷെ ഇവർ ഈ പറയുമ്പോൾ ആ കെമിസ്ട്രീൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് പറയുന്നത്. നിന്റെ കൃപയാൽ ഞങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നു, രക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് പോഷിപ്പിക്കുന്നത്? നമ്മൾ ഇറച്ചി പോവാതെയെല്ലാം വെട്ടി വിഴുങ്ങും. ചവക്ക് പോലെയുള്ള പല്ലില്ലാതെ വരുമ്പോൾ അങ്ങ് വെട്ടി വിഴുങ്ങും. എന്തായാലും കുറെ കഴിക്കണം, ഇറച്ചിയല്ലേ, കുറച്ച് കട്ടിയാണ്, വെന്തിട്ടില്ല, എന്നാലും അങ്ങ് വിഴുങ്ങിയിട്ടെങ്കിലും അകത്തെത്തിക്കും. പിന്നെ ഈ ശരീരത്തിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത്? ഇതെങ്ങനെയാണ് ദഹിക്കുന്നത്? എല്ലുകളടക്കം വിഴുങ്ങുന്നുണ്ട് ചില മൃഗങ്ങൾ, അങ്ങ് വിഴുങ്ങിക്കളയാണ് അതിൻ്റെ എല്ലും എല്ലാം. ഇതെല്ലാം ശരീരത്തിൽ പോയിട്ട് ദ്രവരൂപത്തിലാക്കി രക്തത്തിൽ മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോഷിപ്പിക്കുന്നത്? നമുക്കിപ്പം ഒരു പച്ച ഇലയിൽ നിന്നുള്ള അതിലുള്ള രാസവസ്തുക്കളെ മാറ്റണ്ടെങ്കിൽ വലിയ ഫാക്ടറികൾ വേണം, വലിയ രാസപ്രവർത്തനങ്ങൾ. നമുക്കൊരു ഇരുമ്പിനെ ഉരുക്കി, നമുക്കിപ്പോൾ ഒരു കാൽസ്യം, നമ്മളെ ഈ എല്ലിനെ ഒന്ന് ദ്രവരൂപത്തിലാക്കി ഉരുക്കി വെള്ളത്തിൽ അരിച്ചെടുക്കട്ടിക്കൊന്ന് ആലോചിച്ച് നോക്കിയ ഫാക്ടറിയിൽ എത്രയെല്ലാം സംവിധാനങ്ങൾ വേണം. ഈ എല്ലിനെയാണ് മൃഗങ്ങളെല്ലാം എടുത്ത് എന്ത് ചെയ്യുന്നത്? വിഴുങ്ങുന്നത്. ഉള്ളിലെത്തുമ്പോൾ അതെല്ലാം ദ്രവിച്ചിട്ട് കാൽസ്യം എല്ലാം ആയിട്ട് ശരീരത്തിലേക്ക് പോവുകയാണ്. അപ്പം ഒരു വലിയ ചൂളയാണ് ഇവിടെയുള്ളത്. ഈ ചൂളയിൽ എങ്ങനെയാണ് നടക്കുന്നത്? സാധാരണ ദഹിക്കണ്ടിക്കില് നമുക്കൊരു ഇറച്ചി വേവിക്കണ്ടിക്കില്, പച്ചിറച്ചിന് പകുതി വേവിക്കണ്ടിക്കില് പ്രഷർ കുക്കറിലെല്ലാം ഇട്ട് അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എന്നിട്ട് പറയും, ഓ മതി, ഇത് ചൂടായിട്ട് വേവുന്നില്ല, ഇനി ഇവ കൊണ്ടേ തിന്നിട്ടെന്ന് പറഞ്ഞിട്ട് അതേപോലെ എടുത്തിട്ട് വിളമ്പി അങ്ങ് കൊടുക്കും. അവർ വെച്ച് ഇത് വെന്തില്ലല്ലോ, എന്നാലും ഇത് വിശപ്പല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് അകത്തിടും. പുറത്ത് നിന്നിട്ട് വേവിക്കാൻ നമ്മളെത്രയും പാടുപെട്ട സാധനമാണ്. അകത്ത് കിടന്നിട്ട് ശരീരം എന്ത് ചെയ്യാണ്? നിസ്സാരമായിട്ട് വേവിക്കുകയാണ്. അപ്പൊ അരി വേവണ്ടെങ്കിൽ 100 ഡിഗ്രിയും പോലെ പ്രഷറും കൂട്ടിയിട്ട് പ്രഷർ കുക്കറിൽ കൂട്ടണ്ടെങ്കിൽ ഈ ചൂട് നമ്മളെ ശരീരത്തിൽ വെച്ച് ചൂടാക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഒരു രാസപ്രവർത്തനമുണ്ട്. ചില എൻസൈമുകളുടെ, ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ചില എൻസൈമുകളുടെ സഹായത്താൽ, കാറ്റലിസ്റ്റിന്റെ സഹായത്താൽ ഈ തിളക്കുന്ന ടെമ്പറേച്ചർ കുറച്ചിട്ട് ഇതിനെ വിഘടിപ്പിച്ചിട്ട് വേറെ രക്തത്തിലെ ചിലതുമെല്ലായിട്ട് കാൽസ്യം വേർത്തിട്ടാണ് നമ്മളെ എല്ലിനെ ഇങ്ങനെ വലുതാക്കി യോജിപ്പിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ 2 കഷ്ണം കാൽസ്യം എടുത്തിട്ട് പുറത്ത് കാൽസ്യം ഗുളിക കിട്ടുമല്ലോ, അത് 2 തമ്മിൽ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒറ്റ ഗുളികയാക്കി നടക്കില്ല, ഒന്നായി തീരില്ല. അപ്പൊ അവിടെ എന്ത് വേണം? നമുക്ക് എങ്ങനെ വേണം? ഒരു ഗുളിക, 2 കാൽസ്യം ഗുളിക ചേർത്ത് വെച്ചിട്ട് ഒന്നാക്കി, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ അതിനെയെല്ലാം വിഘടിച്ചിട്ട് നമ്മളെ കാൽസ്യം എല്ലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതേപോലെ ഒരു പ്രത്യേക രാസഘടനയിലൂടെ എല്ലിനെ പൊട്ടിയ എല്ലിനെയെല്ലാം യോജിപ്പിക്കുന്നു. അതെല്ലാം പ്രത്യേക ടെമ്പറേച്ചറിലേ നടക്കുകയുള്ളൂ. ആ പ്രത്യേക ടെമ്പറേച്ചറിൽ നടക്കാൻ അതിനു വേണ്ടി എൻസൈമുകൾ വേണം. ആ എൻസൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെന്തായിട്ട് മാറുന്നത്? എല്ലിനെയെല്ലാം ഉണ്ടാക്കുന്നതും നമ്മളെ ശരീരത്തിൽ വേണ്ട ഓരോ രാസവസ്തുക്കളായി മാറിയിട്ട് ശരീരത്തെ ബിൽഡപ്പ് ചെയ്യുന്നത്. സാധാരണക്കാരൻ ഭക്ഷണം കഴിച്ച അഗ്നിയാണ്. എന്താ അഗ്നിയാണ്? നമ്മൾ ഭക്ഷണമല്ലേ കഴിക്കുന്നത്, അഗ്നിയാണോ കഴിക്കുന്നത്? നമ്മൾ വലുതാ ഭക്ഷണം, മാങ്ങ തിന്നുന്നു, തേങ്ങ തിന്നുന്നു എന്നെല്ലാം പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം വില്ലനായിട്ട് നിൽക്കുന്ന കക്ഷി ഏതാണ്? അഗ്നിയാണ്. അത് കെമിസ്ട്രി പഠിച്ചവർക്കേ അറിയും. ഇതിനെ വിഘടിച്ച് ഓരോ ആറ്റങ്ങളെയും വിഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ക്വാണ്ടം ഓഫ് എനർജി ഉണ്ട്. ഒരു ബണ്ടിൽ ഓഫ് എനർജി ഉണ്ട്. അതാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന കെമിസ്ട്രിയിൽ ക്വാണ്ടം തിയറിയിലേക്ക് പോകുന്നത്.
ഓരോ ഇലക്ട്രോണിനും ഓരോ ബണ്ടിൽ ഓഫ് എനർജി ഉണ്ട് ഓരോ ഓർബിറ്റിൽ. ആ ബണ്ടിൽ ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് വേറൊന്നായി മാറുകയുള്ളൂ. അതുകൊണ്ടാണ് മുട്ട ആ വേണ്ട ടെമ്പറേച്ചർ ഉണ്ടായാലേ അത് കോഴിക്കുട്ടിയായിട്ട് മാറുകയുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുത്താൽ ആവില്ല. അത് വലിയൊരു സയൻസാണ് അതിനകത്തുള്ളത്. കെമിസ്ട്രി നിസ്സാര കാര്യമല്ലത്. അങ്ങനെയുള്ള രാസപ്രവർത്തനത്തിലൂടെ ഈ രാസപ്രവർത്തനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അഗ്നിയാണ്. അപ്പോൾ ഈ വേദമന്ത്രത്തിന്റെ 12 വേദമന്ത്രത്തിന്റെ അതുല്യനായ അഗ്നിയാണ്. അതാണ് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ കേട്ടാലോ അഗ്നിയാണ് ശരി. എന്താ അഗ്നി? നമ്മൾ ഭക്ഷണമാണ് പോഷിപ്പിക്കുന്നതെന്ന് പറയും, മാങ്ങയാണ് പോഷിപ്പിക്കുന്നത്, അല്ലെ വൈറ്റമിൻ ഗുളികയാണ് പോഷിപ്പിക്കുന്നതെന്നല്ല യുക്തിവാദികൾ പറയും. ഇവിടെ ഒന്നും വൈറ്റമിൻ ഗുളികയൊന്നല്ല. അഗ്നി ആ പ്രത്യേക ഊർജത്തില് ശരീരത്തിലുള്ള എൻസൈമുകളുടെ സഹായത്താൽ ടെമ്പറേച്ചറിനെ അതുമാതിരി മാറ്റിയെടുത്തുകൊണ്ട് ക്വാണ്ടം ഓഫ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ. അവിടെ ക്വാണ്ടം തിയറി അല്ലാണ്ട് അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് ഇതെല്ലാം വരുന്ന കാര്യങ്ങളാണ്. എൻട്രോപ്പി, എൻതാൽപ്പി എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ സംഗതികളുണ്ട് കെമിസ്ട്രിയിൽ. അതെല്ലാം അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ടുള്ള ഒരു പരാമർശമാണ് എന്ത് ശരീരങ്ങളെ അഗ്നി പോഷിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇതൊന്നും അല്ല പറയാം. നമ്മളെന്താ പറയുക, ഒരു യുക്തിവാദി നമ്മുടെ ശരീരത്തിനെ പോഷിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് യുക്തിവാദി പറയും, അല്ലെങ്കിൽ ഡോക്ടർ പറയും നല്ലോണം കാൽസ്യം കഴിക്കണം, ഇരുമ്പ് കഴിക്കണം. അതായത് ഇരുമ്പെടുത്ത് വിഴുങ്ങിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. സാധാരണക്കാരൻ മനസ്സിലാവും, ഓ ഇരുമ്പ് വേണം, എൻ്റെ ശരീരത്തിൽ ഇരുമ്പില്ല അല്ലേ, എന്നാൽ പിന്നെ ഒരു കഷ്ണം ഇരുമ്പെടുത്തങ്ങ് കഴിക്കാം. കാൽസ്യം അവിടെയുണ്ട്, എല്ല് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് അതിനെ ആ സാധനത്തെ മാറ്റിയിട്ട് രക്തത്തിലേക്കുള്ള ആ ഘടക രാസവസ്തുവിന്റെ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നത്? അത് വലിയൊരു കെമിസ്ട്രിയാണ്. ആ പരാമർശമാണിത്. അത് നമ്മളെ പോഷിപ്പിക്കുന്നു, രക്ഷിക്കുകയും ചെയ്യുന്നു. അതുവഴി നമ്മുടെ സന്താനങ്ങളെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. നമ്മുടെ സന്താനങ്ങളായാൽ, അതായത് ജീവജാലങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നത് അവരുടെ ശരീരത്തിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ, രാസപ്രവർത്തനങ്ങൾ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ള കെമിസ്ട്രിയെ നിങ്ങൾ മനസ്സിലാക്കുക. ആ കെമിസ്ട്രിയുടെ പിന്നിൽ വരുന്ന എന്തിനേയും, ഇള പോലെയുള്ള ഓർബിറ്റുകളെയും അതിലുള്ള അഗ്നിയെയും മനസ്സിലാക്കുക. ഇതൊന്നും നമ്മുടെ മുന്നിലുള്ള സയൻസ് ഇല്ലാത്ത കാലത്തെ ആചാര്യന്മാർക്കൊന്നും പറയാൻ പറ്റുന്നതല്ല. ഞാനിത് പറയുന്നത്, ഞാനിത് എൻ്റെ സയൻസ് എനിക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ട്, അല്ലാതെ എനിക്ക് പെട്ടെന്ന് തലേന്ന് ഇങ്ങനെ ദിവ്യത്വം എടുത്തിട്ട് പറയാനൊന്നും പറ്റില്ല. ഞാൻ പഠിച്ച വശം വെച്ച് ഇത് ചിന്തിക്കുമ്പോൾ ഉണ്ട്. അത്രയും ഗംഭീരമായ സയൻസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് മറ്റുള്ളവർ സയൻസ് ഇല്ലാത്ത കാലത്ത് ആൾക്കാർ പറയുക? അവർക്ക് വരി എണ്ണിട്ട് ഋഗ്വേദം എന്ന് പറഞ്ഞാൽ അതിൽ ഇത്ര വരികളുണ്ട്, ഇത്ര വാക്കുകളുണ്ട്, ഇത്ര സെന്റൻസുകളുണ്ട്, ഒരു വരിയിൽ ഇത്ര അക്ഷരമുണ്ട്, ഇന്ന വരിയിൽ ഇത്ര അക്ഷരമുണ്ട്, ഇങ്ങനെ എണ്ണി എണ്ണി പറയാനേ പറ്റുള്ളൂ. ഒരു കെമിസ്ട്രിയിൽ എഴുതിയ ഒരു കെമിസ്ട്രി പുസ്തകം കെമിസ്ട്രി അറിയാത്ത ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ കെമിസ്ട്രിയിലല്ല ഇംഗ്ലീഷിലെത്തിയ ഒരു കെമിസ്ട്രി പുസ്തകം ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിച്ചാൽ എങ്ങനെ? അയാൾക്ക് കെമിസ്ട്രി അറിയില്ലെങ്കിൽ അയാൾ പുസ്തകം തുറന്നിട്ട് പറയുക, ഒന്നാമത്തെ അക്ഷരത്തിൽ ഇത്ര, വരിയിൽ ഇത്ര അക്ഷരങ്ങളുണ്ട്, ആ ബുക്കിൽ ഇത്ര, ഒന്നാമത്തെ പേജിൽ ഇത്ര വരികളുണ്ട് എന്നെല്ലാം പറയാനല്ലേ പറ്റൂ. അല്ലാതെ കെമിസ്ട്രി എങ്ങനെ അങ്ങനെ പഠിപ്പിക്കുന്നു? അതുപോലെ വേദങ്ങൾ പഠിപ്പിക്കാൻ പറ്റൂ. ഇത്ര മന്ത്രങ്ങളുണ്ട്, ഇത്ര മണ്ഡലമുണ്ട്, ഇത്ര ഓരോ മണ്ഡലത്തിൽ ഇത്ര സൂക്തങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടങ്ങ് പോകാം. പിന്നെ അതിൻ്റെ അകത്തുള്ള നിഗൂഢമായ സയൻസാണ്, നിഗൂഢമായ കാര്യങ്ങളാണ്, ഇന്ന് സയൻസിലൊന്നും അതിൻ്റെ ഒരു ബന്ധമില്ല എന്നെല്ലാം പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് 13 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 31-13. ത്വം അഗ്നേ യജ്യവേ പായുരന്തരോ നിഷങ്കായ ചതുരക്ഷ ഇത്യസേ യോരാധഹവ്യോ വൃഗായ ധായസേ കീരേശ്ചിന്മന്ത്രം മനസാവനോഷിതം. അഗ്നി പൂജകരുടെ രക്ഷകനാണ്. അഗ്നിക്ക് ആര് ഹവിസ് നൽകുന്നുവോ
ആര് നിരസ്ത്രനായിരിക്കുന്നുവോ അവനെ എല്ലാ ഭാഗത്തു നിന്നും അഗ്നി രക്ഷിക്കുന്നു. സ്വന്തം സാധകന്മാരുടെ ആഗ്രഹങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടും അഗ്നി ഇരിക്കുന്നു. 13 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ പൂജകരുടെ രക്ഷകനാണ്. അപ്പം നമ്മൾ പൂജിക്കേണ്ട ആരാണ്? ദേവതകളെയാണ് പൂജിക്കേണ്ടത്. ദേവതകളിൽ പൂജിക്കേണ്ട ഏറ്റവും വലിയത് ഏതാണ്? അഗ്നിയാണ്. അല്ലാതെ ഈശ്വരൻ എന്ന് പറയുന്നതല്ല. ഈശ്വരൻ നിർഗുണമാണ്. അത് ജനിച്ചിട്ടുമില്ല, ജനിക്കുന്നുമില്ല, അതിന് രൂപവും ഭാവമില്ല, കണ്ണും മൂക്കൊന്നുമില്ല. അതിനെ പൂജിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പൂജിക്കേണ്ടത് ദേവതകളെയാണ്. ദേവതകൾ എന്ന് പറഞ്ഞാൽ ആ ശക്തി ഉണ്ടാക്കി വെച്ച പ്രപഞ്ചത്തിലുള്ള 33 കോടി ദേവതകളെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. കല്ലിനും മല്ലിനെയാണ് ആരാധിക്കേണ്ടത്, വെള്ളത്തെയാണ് ആരാധിക്കേണ്ടത്. ദാഹം വരുമ്പോൾ വെള്ളം എടുത്ത് കുടിച്ചാലേ പറ്റൂ. അല്ലാതെ ഈശ്വരനെയും വിളിച്ചിട്ട് ഈശ്വര എനിക്ക് എൻ്റെ ദാഹം തീർത്തേരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈശ്വരൻ ദാഹം തീർത്തുക. നിന്റെ ദാഹം തീർത്തേരാ, നീ ഇങ്ങോട്ട് പോരിയെന്ന് പറയും. വെള്ളം കുടിക്കാട്ടെ, ഈശ്വരൻ എന്നെ രക്ഷിക്കും, ഈശ്വരൻ എനിക്ക് വെള്ളം കൊണ്ട് തരുന്നെല്ലാം വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഈശ്വരൻ പറയും അല്ല ഞാൻ തന്നെ നോക്കിക്കോളാം, നീ ഇങ്ങോട്ട് പോരി, അവിടെ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് ബുദ്ധിയും തന്നിട്ടുണ്ട്, കൈയും കാലും തന്നിട്ടുണ്ട്. പോയി വെള്ളമുള്ള എടുത്ത് കുടിക്കണം. വെള്ളമാണ് നിന്നെ രക്ഷിക്കുന്നത്. വെള്ളത്തെ ആരാധിച്ചോളൂ, കല്ലിനെ ആരാധിച്ചോളൂ. പട്ടി വരുമ്പോൾ എടുത്ത് എറിയാൻ പറ്റും. ഇങ്ങനെ ആരാധിക്കുമ്പോൾ ഏറ്റവും വലിയ ദേവത ഏതാണ്? അഗ്നിയാണ്, സൂര്യനാണ്. സൂര്യനും അല്ല, അഗ്നിയാണ്, ഊർജമാണ്. ഊർജം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു കുട്ടി വന്നിട്ട് നമ്മൾ അടിക്കാൻ പോകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തടുത്തേ പറ്റൂ. അതിന് ഊർജം വേണം, കൈക്ക് ശക്തി വേണം. ഒരു കുട്ടിയെ കുട്ടി വന്നിട്ട് നമ്മൾ ഇടിക്കാൻ പോവുകയാണെങ്കിൽ, കണ്ണിനടിക്കാൻ പോവുകയാണെങ്കിൽ തടുക്കണം, കൈയിൻ്റെ ഊർജം ഉപയോഗിക്കണം. നമ്മളെ രക്ഷിക്കുന്ന കൈകാലുകളാണ്, അവയവങ്ങളാണ്, വസ്തുക്കളാണ്. അതുകൊണ്ടാണ് അതിനെ പൂജിക്കേണ്ടത്. 33 കോടി ദേവതകളെ തന്നെ പൂജിക്കണം. അത് പോരാ, ഇന്ന് ഐസി എന്ന ദേവതയും എല്ലാത്തിനെയും പൂജിക്കണം. ഐസ് തന്നെ പല ടൈപ്പുണ്ട്, അതിനെല്ലാം പൂജിക്കണം. നമ്മളെ രക്ഷകരാണ്. അതിനെന്താ തെറ്റ്? അപ്പോൾ അഗ്നി നീ പൂജയുടെ രക്ഷകരാണ്. നീ ആരാ? അഗ്നിയെ പൂജിച്ചാൽ അഗ്നി നിന്നെ രക്ഷിക്കും. എങ്ങനെയാണ്? ആർ നിനക്ക് ഹവിസ് നൽകുന്നുവോ അവരെ നീ രക്ഷിക്കും. അതിന് ഹവിസ് നൽകണം. നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അഗ്നിക്കും വിശക്കുന്നുണ്ട്. അഗ്നിക്ക് നീ കൊടുക്കൂ. അഗ്നിക്ക് എന്ത് കൊടുക്കണം? വിശക്കുണ്ട്, ചോറ് ഉണ്ടാക്കണ്ടെങ്കിൽ പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്ത് അരിയെല്ലാം കഴുകി നല്ല ശുദ്ധമാക്കി അഗ്നി കൊടുത്താൽ, ശുദ്ധമാക്കി കൊടുത്തില്ല അഗ്നി എനിക്കും അത്രേ തരുള്ളൂ. അഗ്നിയെ തൃപ്തിപ്പെടുത്തണം. നല്ല ശുദ്ധമായിട്ട് ഭക്തിയോടുകൂടി ശുദ്ധമായ വെള്ളമെടുത്ത്, ശുദ്ധമായ അഗ്നി എടുത്ത്, പുകയില്ലാത്ത അടുപ്പിലൂടെ നല്ല ഗ്യാസ് സ്റ്റവ് എടുത്ത് അഗ്നിയെ ഇതാ നീ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അഗ്നിയത്തെല്ലാം പഠിച്ചു. എന്നിട്ട് നമുക്ക് ചോറ് തരും. കൊടുത്ത സാധനമൊന്നും തിരിച്ചിട്ടില്ല, തരുന്ന ചോറാണ്. അപ്പൊ ആര് അഗ്നിക്ക് ഹവിസർപ്പിക്കുന്നു ആ അഗ്നി നിങ്ങളെ രക്ഷിക്കും. ഒരു ശത്രു വരുന്നുണ്ടെങ്കിൽ ഒരു ബോംബുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മരുന്ന് എല്ലാം ചേർത്ത് അഗ്നിക്ക് അഗ്നിയെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അടിയിൽ കത്തിച്ച് കൊടുക്കണം. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കണം. ബാക്കി കാര്യം അഗ്നി ഒഴിക്കോളും. അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടി നേരത്തെ പറഞ്ഞ കുട്ടി കണ്ണിനടിക്കാൻ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നേരത്തെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ആ രക്തത്തിലൂട്ട് അത് കയ്യിലൂട്ട് വരും. ബുദ്ധി അഗ്നി പ്രവർത്തിപ്പിച്ചിട്ട് കൈനെ ആക്ടിവേറ്റ് ചെയ്യും, തടുക്കും. അഗ്നിക്ക് കൊടുത്താലേ കാര്യം നടക്കുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം പറയുന്നത് നിസ്സാരമാണെന്ന് തോന്നിയാണ് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രതത്വങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് വേണം? എല്ലാ ഭാഗത്തു നിന്നും നീ രക്ഷിക്കണേ. നീ സ്വന്തം സാധകരുടെ ആഗ്രഹങ്ങളുടെ, നമ്മളുടെ എല്ലാ ആഗ്രഹവും ശ്രദ്ധിച്ചുകൊണ്ട് അതിരിക്കുകയാണ് അഗ്നി. അഗ്നി എപ്പോൾ റെഡിയാണ്.
നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് സാധിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പം അഗ്നി വരും. ഒരു തീപ്പട്ടിക്കോല അരച്ച് വെച്ചു കൊടുത്താൽ മതി. പാത്രത്തിലെല്ലാം വെള്ളവും എല്ലാം ഇട്ട് ചോറല്ല, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം താന്നുകൊണ്ട് ഇത് അഗ്നി നിനക്ക് ഞാൻ തരുന്നു, വെള്ളവും ചോറും അരിയും. എന്നിട്ട് ഒരു തീപ്പട്ടി അരച്ച് വെക്കുക, അഗ്നി റെഡി, നിന്നെ എല്ലാം അത് തിന്നിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, ഇതാ പിടിച്ചോ നീ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അഗ്നി സാധിപ്പിച്ചു തരും. ഇനിയിപ്പോൾ അതിനാൽ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 31-14 ത്വം അഗ്നി ഉരു ശംസായ വാഖതേ സ്പാർഹം യദ്രേദഗ്ന പരമം വനോഷിത ആന്ധ്രസ്യ ചിത് പ്രമതി രുച്യസേ പിതാ പ്രപാകം ശാസസി പ്രതിശോ വിദുഷ്ടരാം. അഗ്നി അഭീഷ്ടങ്ങളാകുന്ന ധനം ഋതുജന്മാർക്ക് വേണ്ടി സാധിച്ചു കൊടുക്കുന്നു. ദുർബലന്മാരുടെ പിതാവും മൂഢന്മാർക്ക് ജ്ഞാനം നൽകുന്നവനുമാണ് അഗ്നി. നീ നമുക്കുള്ള അഭിഷ്ടങ്ങൾ സ്ഥാപിക്കുവാൻ ധനം ഋത്വികന്മാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും. അതിലൂടെ നീ ധനം സമ്പാദിക്കും. ധനം എന്ന് പറഞ്ഞാല് നമുക്ക് നേടേണ്ടത് എന്തായാലും ധനം തന്നെ. പണ്ട് പശുവായിരുന്നു ധനം. ഇന്ന് പണരൂപത്തിലാണല്ലോ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കാലത്തും എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ട്. ആ നിലയിലാണ് പണത്തെ കൈമാറാൻ, ക്രയവിക്രയം ചെയ്യാൻ ഒരു മാധ്യമമായിട്ടാണ് പണത്തെ ഉപയോഗിക്കുന്നത്. അപ്പം പണം കിട്ടും. വിശപ്പ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയിട്ട് വല്ല ഹോട്ടലോ തുടങ്ങിയിട്ട് അവിടെ വെച്ച് വിൽക്കുമ്പോഴും നമുക്ക് ധനം കിട്ടും. IC ഉണ്ടാക്കി കഴിഞ്ഞാൽ ധനം കിട്ടും. എന്ത് റേഡിയോ TV എന്ത് ഉണ്ടാക്കിയിട്ട് അഗ്നിയുടെ സഹായത്താൽ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും അഗ്നിയാണ്. നമുക്ക് ധനം കിട്ടും. നീ ദുർബലന്മാരുടെ പിതാവാണ്. ദുർബലന്മാരായ ആളുകൾക്ക് ശക്തി ഉണ്ടാക്കേണ്ടിക്ക് എന്തേ വഴിയുള്ളൂ? അഗ്നിയേ ഉള്ളൂ. അവന്റെ രക്ഷകൻ പിതാവ് ആരാണ്? അഗ്നിയാണ്. തളർന്ന് കിടക്കുമ്പോൾ കുറച്ചെന്തൊക്കെ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എണീച്ചിരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. അപ്പം ദുർബലരുടെ അതേസമയം നമ്മൾ അഗ്നിയുടെ സഹായത്താൽ പുതിയ സാധനങ്ങളും ഉപകരണങ്ങളും ന്യൂക്ലിയർ ബോംബ് പോലും ഉണ്ടാക്കി വെക്കാം. അപ്പം നമ്മളെന്തായിരിക്കും? ശക്തിമാന്മാരായി മാറും. അല്ലെങ്കിൽ ദുർബലരാണ്. അഗ്നി ഉപയോഗിച്ചിട്ട് ന്യൂക്ലിയർ ബോംബ്, ഏറ്റവും വലിയ ന്യൂക്ലിയർ ബോംബ് പോലും ഉണ്ടാക്കാം. അതിലും അഗ്നി തന്നെയാണുള്ളത്. അപ്പം നമ്മളെന്തായിരിക്കും? നമ്മളാണ് ബലവാന്മാർ. അപ്പം എന്താകുന്നു? മൂഢന്മാർക്ക് ജ്ഞാനം നൽകും. മൂഢന്മാർക്ക് ജ്ഞാനം നൽകും. നമ്മൾ മൂഢന്മാരാണ്. നമുക്ക് ജ്ഞാനം നേടിയത് എന്തുകൊണ്ടാണ്? നമ്മളെ ബുദ്ധിയെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ കഴിച്ച ഭക്ഷണം തലച്ചോറിലെത്തിയിട്ട് അവിടെ വെച്ചിട്ട് ചില രാസപ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ബുദ്ധി വർക്ക് ചെയ്യുന്നത്. നമ്മളെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ അകത്ത് ചില സോഫ്റ്റ്വെയറുകളെല്ലാം എഴുതിയിട്ടുണ്ട്. അതെല്ലാം ജ്ഞാനത്തിൽ അതിനകത്തോട്ട് എല്ലാം വരുന്നത് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളെല്ലാം, ആ വൈദ്യുതി എല്ലാം. അതെല്ലാം കൂടിയുള്ള ഒരു തരം കളിയാണ് ജ്ഞാനമായിട്ട് വെളിയിലേക്ക് വരുന്നത്. നമ്മുടെ തലച്ചോറിലും ചില രാസപ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നടക്കുന്ന മാതിരി അതിലും അഡ്വാൻസ്ഡ് ഫോമിൽ നടന്നിട്ട് ചിന്തകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി തന്നിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മത്തിലേക്ക് നയിക്കുന്നത്. അപ്പം നമ്മളെ ഉള്ളിലുള്ള ആ ബുദ്ധിയെ വികസിപ്പിക്കുന്നതും എല്ലാം എന്താണ്? നമ്മുടെ ചോറ് പാത്രത്തിൽ അരിയിട്ട് വെള്ളം ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കും പണ്ട് കാലത്ത്. അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ, അങ്ങനെ കുറച്ചു കാലം വെറുതെ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോൾ വല്ല കാക്കയായിട്ട് മുകളിൽ നിന്ന് തൂറുന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ഇലയെടുത്ത് മുകളിൽ വെച്ചു. കാക്ക തൂറുന്നില്ല. പണ്ട് ഇങ്ങനെ വീട്ടിൻ്റെ അകത്തുനിന്നല്ല, പുറത്തുനിന്നാണല്ലോ. അപ്പം കാക്കയോ മറ്റോ തൂറാതിരിക്കാൻ വേണ്ടി ഒരു ഇലയെടുത്ത് വെച്ചു. ഇലയെടുത്ത് വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ചോറ് വന്നപ്പോൾ ഇപ്പം പെട്ടെന്ന് വേദല്ലോ, പണ്ട് തുറന്നിട്ട് വേവിച്ചപ്പോൾ വേവാൻ കുറേ സമയം എടുത്തു. ഇപ്പം മൂടി വെച്ചപ്പോൾ കൊള്ളാം. അപ്പം പിന്നെ ഇലക്ക് പകരം നല്ലോണം ടൈറ്റായി വെക്കുന്ന തോന്നും. അങ്ങനെയാണ് അതിനനുസരിച്ചുള്ള മൂടിയെല്ലാം ഉണ്ടായത്. അപ്പോൾ ഒരു പുതിയ പുതിയ ജ്ഞാനം നമുക്ക് നൽകിയാണ്. ആരാണ് പഠിപ്പിക്കുന്നത്?
ഈ അഗ്നിവിദ്യ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോ കർമ്മത്തിലേക്ക് അഗ്നിയുടെ സഹായത്താൽ കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടായിട്ടാണ് അത് ഇപ്പം തല വർക്ക് ചെയ്യുന്നതനുസരിച്ച് പുതിയ ആശയങ്ങൾ ഉണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യുന്നു? മൂഢന്മാരെ ജ്ഞാനത്തിലേക്ക് ജ്ഞാനികളാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് അഗ്നിയെ വിളക്ക് കത്തിച്ചിട്ട് തുടങ്ങണമെന്ന് പറയുന്നതിലൂടെ ഒരു സന്ദേശമാണ് നടക്കുന്നത്. അല്ലാതെ വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് ഒരു ചുക്കും കിട്ടാൻ പോകുന്നത്, കുറച്ച് വെളിച്ചം കിട്ടും. എല്ലാ കർമ്മത്തിലും അഗ്നി സാക്ഷിയായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അഗ്നിയാണ്, ഊർജമാണ് നമ്മെ മുന്നോട്ടേക്ക് നയിക്കുന്ന. എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ഈ അഗ്നി ഊർജമാണ് എന്ന ശാസ്ത്രജ്ഞാനം നമ്മളെ പഠിപ്പിക്കാനാണ് അത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും ചിന്തിച്ചിട്ട് മനസ്സിലാക്കട്ടിരുന്നു. അല്ലാതെ അതിനെ ആത്മീയമായിട്ട് വർഗീയമായിട്ടെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് അജ്ഞാനികൾ. അവർ അജ്ഞാനികളാണ്. അവർ യുക്തിയില്ലാത്ത യുക്തിവാദികളാണ്. ഓരോ കർമ്മത്തിലൂടെ നമ്മളെ ബുദ്ധി തെളിയാൻ വേണ്ടി ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. ഏത് കർമ്മത്തിൻ്റെ മുമ്പിലും അഗ്നിസാക്ഷിയായി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ആ തത്വങ്ങളാണ് ഇവിടെ വേദങ്ങൾ മുഴുവൻ പഠിപ്പിച്ച്. ഈ സത്യമാണ്, ആ ബുദ്ധി തെളിയാൻ വേണ്ടിയാണ് എല്ലാ കർമ്മവും അഗ്നിസാക്ഷിയായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വരെ വിളക്കും കത്തിച്ചായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാര്യം ഭംഗിയാവും എന്നല്ല ധരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരം. അതിലൂടെ നൽകുന്ന സന്ദേശം ഇതേ ഉള്ളൂ. ഏത് കർമ്മവും അഗ്നിയാണ് നടത്തുന്നത് എന്ന സത്യമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ല. വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തത് കൊണ്ട്, വിളക്കും കത്തിച്ചിട്ട് വലിയ അമ്പലത്തിൽ വെച്ച് വിളക്കും കത്തിച്ചിട്ട് താലിയെല്ലാം കെട്ടിയിട്ട് പിറ്റേത്തെ ദിവസം പെട്ടിയും ഇതുമെല്ലാം എടുത്ത് തൂക്കി പിടിച്ചിട്ട് തിരിച്ചിങ്ങോട്ടേക്കെല്ലാം പോയി. അതൊന്നുമല്ല അതിൻ്റെ സന്ദേശം. അതിൻ്റെ സന്ദേശം എന്താണ്? ഋഷികൾ അവര് കാര്യം പറഞ്ഞെന്തിനാണ്? എല്ലാ കർമ്മ പെട്ടി തൂക്കി ഇങ്ങോട്ട് വരുന്നതിൻ്റെ പിന്നിലും അഗ്നിയാണുള്ളത്. കാരണം ഊർജ്ജമില്ലെങ്കിൽ ഇത്രയും വലിയ പെട്ടിയും തൂക്കിയിട്ട് ഇങ്ങ് വീട്ടിൽ വരണ്ടേ. എല്ലാത്ത ദിവസമാണെങ്കിൽ വേറെ ചേട്ടനോ അനിയനോ ഒന്നിച്ച് വരണം, പെട്ടിയും തൂക്കിയിട്ട് പിന്നാലെ കൊണ്ടു കൊടുക്കാൻ. എനിക്ക് പെട്ടിയൊന്നും തൂക്കി വരാൻ പറ്റില്ല. ഇപ്പം ചേട്ടനോ അമ്മയോ അച്ഛനോ ആരെങ്കിലും പെട്ടിയോ എടുത്തിട്ട് അവിടെ കൊണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇറങ്ങി തിരിച്ച് വരുമ്പോൾ ഇതൊന്നുമില്ല. ആ ഊർജ്ജമെല്ലാം അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ആൾ തന്നെ പെട്ടിയും വലിച്ചു കെട്ടിയിട്ട് വരികയും ചെയ്യും. ഏതിൻ്റെ മുമ്പിൽ വെച്ച് നടത്തിയാണ്? ഈ അഗ്നി സാക്ഷിയായിട്ട് നടത്തിക്കഴിഞ്ഞാൽ. ഇതൊന്നും അല്ല വേദങ്ങൾ അർത്ഥം പറയുന്നത്. അഗ്നിയുടെ ആ പെട്ടി തൂക്കി തിരിച്ച് വരണ്ടിക്കലും ആ ശക്തിയിലിങ്ങ് തിരിച്ച് വരണ്ടിക്കലും എന്ത് വേണം? ഉള്ളില് അതിനുള്ള ഊർജം വേണം, അഗ്നി വേണം. ഈ തത്വമേ അത് പറഞ്ഞു തരുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ